Hi learners, welcome to iPlus Training Solutions. ഞാൻ ബബിഷ. നമ്മുടെ കേരള സെറ്റ് ഹിസ്റ്ററിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു അല്ലേ? നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ജനുവരി 2025 ജനുവരിയിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന സ്ഥിതിക്ക് എല്ലാവരും നമ്മുടെ സിലബസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ കഴിഞ്ഞ എക്സാമിന് ജസ്റ്റ് മിസ്സായിട്ട്, അതായത് ഇപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ എങ്ങനെ ജസ്റ്റ് മിസ്സായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന് വേണ്ട വിധം പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്കോ ഒക്കെ ആയിട്ട് പുതിയൊരു അവസരം എന്നുള്ള ലെവലിലാണ് പുതിയൊരു എക്സാം വന്നിട്ടുള്ളത് അല്ലേ? ഓരോ എക്സാമും അങ്ങനെയാണല്ലേ? അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാളും ബെറ്റർ ആയിട്ട് ഇത്തവണ തന്നെ നമുക്ക് ഈ ഒരു സെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ എല്ലാവരും ഈ വരുന്ന എക്സാമിനെ കൺസിഡർ ചെയ്യുക. എല്ലാവർക്കും ഈ വരുന്ന സെറ്റ് എക്സാം തന്നെ പാസ്സാവാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ എക്സാം വരുന്നത് ഇനി ജനുവരിയിലാണ്, 2025 ജനുവരിയിലാണ്. ഏകദേശം ഒരു 60 ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. എന്തായാലും നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന സ്ഥിതിക്ക് എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, അതായത് ചിട്ടയായിട്ടുള്ള ഒരു പഠനം തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തെടുക്കണം എന്നുള്ളവർക്കും നമ്മളൊരു 60 ഡേ സ്റ്റഡി പ്ലാൻ iPlusന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കൃത്യമായി ചിട്ടയോട് കൂടിയിട്ട് ഈ ഒരു 60 ദിവസം നിങ്ങളൊന്ന് മെനക്കെട്ട് ഒന്ന് ഉഷാറായി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 60 ഡേ സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ഒരു എക്സാമിന് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആ ഒരു എക്സാമിനെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ആ എക്സാമിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, അതിന്റെ സിലബസ് എത്രത്തോളം സിലബസ് ഡെപ്ത് ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് വി മസ്റ്റ് അനലൈസ് ദ സിലബസ്. അപ്പൊ നമ്മുടെ കേരള സെറ്റ് ഹിസ്റ്ററിയുടെ സിലബസിലേക്ക് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് 6 യൂണിറ്റുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. ആ 6 യൂണിറ്റിനെയും ഓരോ യൂണിറ്റിനെയും പല പല മൊഡ്യൂളുകളായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. ചിലത് 5, 7, 11, 12 അങ്ങനെ പല പല മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ മൊഡ്യൂളും ചിലത് വലിയ മൊഡ്യൂളായിരിക്കും, ചിലത് ചെറിയ മൊഡ്യൂളായിരിക്കും, ചിലതൊരു ഇടത്തരം ഒരു മീഡിയം ലെവലുള്ള മൊഡ്യൂളുകളായിരിക്കും അല്ലെ? അപ്പോൾ 6 യൂണിറ്റുകൾ ഉണ്ട്. അത്യാവശ്യം വലിയൊരു സിലബസ് ആണ് നമുക്ക് ഉള്ളത്. നമുക്ക് കേരള ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ 3 സെക്ഷനായിട്ട്, അതായത് ആൻഷ്യന്റ് ഉണ്ട്, പിന്നെ മിഡീവൽ ഉണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫി വരുന്നുണ്ട്, അതല്ലാതെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് വരുന്നുണ്ട്, അതായത് റിസർച്ച് പേപ്പർ അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്ക്, അതൊരു 5 മൊഡ്യൂളേ ഉള്ളൂ. ദെൻ അതല്ലാതെ വേൾഡ് ഹിസ്റ്ററി കോണ്ടക്സ്റ്റ് നമുക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പൊ നെറ്റ് സിലബസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ വേൾഡ് ഹിസ്റ്ററി കോണ്ടക്സ്റ്റ് അല്ലെ? വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഓരോ സിവിലൈസേഷൻസ്, ആൻഷ്യന്റ് സിവിലൈസേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ കുറേയധികം വാർസ്, അതായത് യുദ്ധങ്ങൾ വരുന്നുണ്ട് അല്ലെ? പിന്നെ എൻലൈറ്റ്മെന്റ് പീരീഡ്, അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ സിലബസ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ഹിസ്റ്ററിയുടെ സിലബസ് അത്യാവശ്യം വൈഡാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മളിപ്പോ PG ഒക്കെ കഴിഞ്ഞ കുട്ടികളല്ലേ, അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്ന കുട്ടികളല്ലേ? അപ്പോ എന്തായാലും നമുക്ക് ഈ നമ്മുടെ സിലബസ് ഒന്ന് എല്ലാവരും എടുത്ത് നോക്കിയേ. ആ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാം അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊന്ന് നമ്മളൊന്ന് തേച്ച് മിനുക്കി എടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം വലിയ സിലബസ് ആണ് നമ്മുടെ, എന്നാ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ്. ആ ടൈറ്റിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മള് കുറെ കാലം ഡിഗ്രിയും PGയും ഒക്കെ ഈ ഹിസ്റ്ററിയിൽ തന്നെയല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അറിയാത്തതായിട്ട് അതിലൊന്നുമില്ല, എല്ലാം നമുക്ക് അറിയണത് തന്നെയാ. അതിന്റെ അഡീഷണൽ ഡീറ്റെയിൽസും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്ത് ഒന്ന് കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പഠിക്കണം എന്ന് മാത്രം. പിന്നെ നമുക്ക് മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ PYQs ചെക്ക് ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 10 കൊല്ലം മുമ്പുള്ള PYQ തൊട്ട് തന്നെ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ബെറ്ററാണ്. കാരണം ഇപ്പൊ 10 കൊല്ലത്തെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 5 കൊല്ലത്തെ എടുത്താലും, അല്ലെങ്കിൽ വളരെ റീസെന്റ് ആയിട്ടുള്ളത് എന്തായാലും നമ്മൾ നോക്കണം. അപ്പോൾ സമയമുള്ളതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരുവിധം സിലബസ് ഒക്കെ കവർ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം PYQ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം PYQ കളക്ട് ചെയ്തിട്ട് നിങ്ങളത് ആൻസർ ചെയ്ത് പഠിക്കുക. അതല്ലാതെ ക്വസ്റ്റ്യൻ വായിച്ചു
ആൻസർ ബൈ ഹാർട്ട് ചെയ്തു, അങ്ങനെയല്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആൻസർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് എക്സാം എഴുതാൻ പോകണം, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നെർവസ് ഉണ്ടാവുമായിരിക്കും അല്ലേ? അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും വൺസ് അഗെയിൻ വിജയാശംസകൾ. എല്ലാവർക്കും ഈ ഒരു സെറ്റ് എക്സാം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ 6 യൂണിറ്റുകളാണ്, നമ്മുടെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6 യൂണിറ്റുകൾ നമുക്കുണ്ട്. ഒന്നാമത്തെ യൂണിറ്റ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണ്. 5 മൊഡ്യൂളുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ദെൻ രണ്ടാമത്തേത് ഹിസ്റ്റോറിയോഗ്രാഫി ആണ്. 7 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. മൂന്നാമത്തേത് കേരള ഹിസ്റ്ററി പാർട്ടാണ്. 12 മൊഡ്യൂളുകളിലായിട്ടാണ് കേരള ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുള്ളത്. കേരള ഹിസ്റ്ററിയിലെ A to Z കാര്യങ്ങൾ, അതായത് ആൻഷ്യൻ കേരള മുതൽ, അതായത് സ്റ്റോൺ ഏജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മെഗാലിത്സ്, അത് മുതൽ ഇപ്പോൾ പൊളിറ്റിക്സ് കാര്യങ്ങൾ വരെ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. നമ്മൾ സിലബസ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പറയാം. യൂണിറ്റ് 4 ആൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. 11 മൊഡ്യൂളുകളാണ് അതിൽ വരുന്നത്. ദെൻ യൂണിറ്റ് 5 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. 12 മൊഡ്യൂളുകളാണ് അതിലുള്ളത്. ദെൻ യൂണിറ്റ് 6ലാണ് വേൾഡ് ഹിസ്റ്ററി പാർട്ട്, അതായത് സെലക്ട് തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി. 11 മൊഡ്യൂളുകളാണ് നമുക്ക് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് സിലബസിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ കണ്ടു. ഇനി അതും പ്രകാരമുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, അതിൽ മൊത്തത്തിൽ നമുക്ക് 5 മൊഡ്യൂളുകളാണ് വരുന്നത്. ഈ 5 മൊഡ്യൂളുകളായിട്ട് ചെറിയ ചെറിയ മൊഡ്യൂളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമുക്ക് ബോറടിക്കരുതല്ലോ, അത് കാരണം ഒരു മൊഡ്യൂള് പഠിച്ചാൽ മതി എന്ന്. പിന്നെ രണ്ടാമത്തെ ദിവസം 2-3 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെ ദിവസം 4-5 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന്റെ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനീഷൻസ്, ഹിസ്റ്ററിനെ സംബന്ധിച്ചുള്ള ഡെഫിനീഷൻസ് ഒക്കെ വരുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. നമ്മുടെ സെറ്റ് ഹിസ്റ്ററിയുടെ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒന്നാമത്തെയോ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പേജിൽ തന്നെ ഡെഫിനീഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ആ ഒരു ഡെഫിനീഷൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ ഡെഫിനീഷൻസ് എന്നുള്ളത്. അപ്പൊ അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് നിങ്ങൾ ഇബിഡ്, ഓപ്സിറ്റ്, ലോക്സിറ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, സൈറ്റേഷൻസ്. ആ സൈറ്റേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ സൈറ്റേഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ ഈ ഒരു യൂണിറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ്, അവരുടെ ബുക്ക് ആൻഡ് ഓതർ ഒക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ബുക്സ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. അതല്ലാതെ വരുന്ന ബുക്ക് ആൻഡ് ഓതർ, അതായത് ഓരോ ഏരിയയുമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ബുക്ക് ആൻഡ് ഓതർ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ കേരള ഹിസ്റ്ററി, അത് നമ്മൾ ആ ഒരു യൂണിറ്റുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിച്ചു പോകും. അതല്ലാതെ വരുന്ന നമ്മൾ ജനറലി പറയുന്ന കുറച്ച് ബേസിക് ഹിസ്റ്ററി ബുക്സ് ഉണ്ട്, അതിൻ്റെ ഓതേഴ്സ് ഉണ്ട്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹിസ്റ്ററിനെ കുറിച്ചുള്ള കുറച്ച് ഫേമസ് കോട്ട്സ്, അത് കോട്ട് ചെയ്തിട്ടുള്ള സ്കോളേഴ്സിന്റെ പേരുകൾ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്കോളേഴ്സിന്റെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസും കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതായത് അവരുടെ ഒരു ഏരിയ എവിടുന്നാണ്, ഇപ്പോൾ അവരുടെ ബർത്ത് പ്ലേസ്, അല്ലെങ്കിൽ അവർ ഏത് ഏരിയ, ഇപ്പോൾ അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആണോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആണോ, അതും കൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. കാരണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 5 മൊഡ്യൂളുകൾ പഠിച്ചു കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഈ ഒരു യൂണിറ്റ് 1 കംപ്ലീറ്റ് റിവിഷൻ വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് 2ാമത്തെ യൂണിറ്റ് വരുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി ആണ്. അത്യാവശ്യം വലിയൊരു പോർഷൻ തന്നെ നമുക്ക് ഇതിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ മൊഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി വരുന്നുണ്ട്, അതായത് ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി ട്രെൻഡ്സ് അത് വരുന്നുണ്ട്. അതുപോലെ മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി വരുന്നുണ്ട്, അറബ് ഹിസ്റ്റോറിയോഗ്രാഫി വരുന്നുണ്ട്, ഗ്രീക്ക്, റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും ധാരാളം റൈറ്റേഴ്സിന്റെ പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ റൈറ്റേഴ്സിന്റെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി ഒക്കെ ഇതിൽ വരുന്നുണ്ട്, അനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ പല സ്കൂൾ, ഇപ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ള ഒരു ഒറ്റ ബ്രാഞ്ച് തന്നെ മതിയല്ലോ, അതിന് എന്തിനാണ് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുണ്ടാവുക? അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലേ?
ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്റോഗ്രാഫിയുടെ ആ ഒരു സ്റ്റൈലിലായിരിക്കില്ല ഗ്രീക്ക് ഹിസ്റ്റോഗ്രാഫി എഴുതിയിട്ടുണ്ടായിരിക്കുക. ആ ഒരു സ്റ്റൈലിലായിരിക്കില്ല അനാൽസ് അല്ലെങ്കിൽ അനൽ ഹിസ്റ്റോഗ്രാഫി ഉണ്ടായിരിക്കുക. അതുപോലെ മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫി ഉണ്ട്, നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ട്. അങ്ങനെ പല ടൈപ്പുകൾ ഉണ്ടല്ലേ. അപ്പൊ പല ടൈപ്പുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി സ്റ്റൈലുകൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു വെക്കുക. സ്റ്റൈൽ എങ്ങനെയാണ്, പിന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു യൂണിറ്റ് സെക്കൻഡ് 7 മൊഡ്യൂളുകളാണുള്ളത്. അത് 7 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്ത് 12ാമത്തെ ദിവസം നമ്മൾ അതിന്റെ ഒരു റിവിഷൻ ആയിട്ട് വെക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് യൂണിറ്റ് 3 കേരള ഹിസ്റ്ററിയിലേക്കാണ്. കേരള ഹിസ്റ്ററി നമ്മൾ A to Z കാര്യങ്ങൾ, കേരള ഹിസ്റ്ററിയുടെ A to Z കാര്യങ്ങൾ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 12 മൊഡ്യൂളുകളാണ് നമുക്ക് ഇതിലുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂളുകൾ നെക്സ്റ്റ് സ്ലൈഡിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ മെഗാലിത്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ മെഗാലിത്സ് മോണ്യുമെന്റ്സ് അത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സൈറ്റ്, അതിൽ നിന്ന് എന്തൊക്കെ ആർട്ടിഫാക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ആർട്ടിഫാക്റ്റുകൾ പിന്നീടാണ് വരുന്നത്. അതായത് അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും കൂടി പ്രധാനമായിട്ട് സ്ഥലങ്ങൾ പഠിച്ചിരിക്കും. ഇപ്പോൾ കൊടക്കല്ല് കേരളത്തിൽ നിന്ന് ഏതൊക്കെ സ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, തൊപ്പിക്കല്ല് എവിടെ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയൊക്കെയാണ്, അതൊക്കെ പഠിച്ചു വെക്കുക. അതാണ് മെഗാലിത്സിന്റെ ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നാടുവാഴീസ്, സ്വരൂപംസ്, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറെ ടേംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതില്. അതായത് ഊരാളർ, കാരാളർ, അങ്ങനെയുള്ള ടേംസ് ഒക്കെ വന്നിട്ട് അത് എന്തിനാണ് മെൻഷൻ ചെയ്തത്, ബ്രഹ്മസം ലാൻഡ്, ദേവസം ലാൻഡ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ടേംസ്, പിന്നെ കച്ചം, മൂഴിക്കുളം കച്ചം, പിന്നെ ഇൻസ്ക്രിപ്ഷൻസ്, അതായത് ഇപ്പോൾ ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ ഏതാണ് കേരളത്തിൽ നിന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെപ്പേടുകളൊക്കെ ഉണ്ടല്ലോ, അതായത് കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയും, ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, അതുപോലെ വാഴപ്പിള്ളി ലിഖിതങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൽ വളരെ കുറച്ച് വരുന്നുള്ളൂ. നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ബാക്കി എല്ലാ മൊഡ്യൂളുകളും ഓരോ ദിവസം വെച്ചിട്ട് നമ്മൾ കവറപ്പ് ചെയ്യുക. ദെൻ 24ാമത്തെ ദിവസമാണ് നമ്മൾ യൂണിറ്റ് 3യുടെ റിവിഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3ാമത്തെ യൂണിറ്റ് ആ ഒരു ദിവസം നിങ്ങളൊന്ന് എടുത്ത് റിവിഷൻ ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. മൊത്തം 11 മൊഡ്യൂളുകളായിട്ട് വരുന്ന ഈ ഒരു യൂണിറ്റ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ്. കാരണം ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി രണ്ട് കോണ്ടെക്സ്റ്റുകളും ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം വലുതാണ്. അത് മാത്രമല്ല നല്ല ഇമ്പോർട്ടന്റ് ഒരു യൂണിറ്റ് കൂടിയാണിത്. കാരണം മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റോൺ ഏജ് കൾച്ചർ മുതൽ ഇത് ആരംഭിക്കുന്നുണ്ട്. പിന്നെ ബ്രോൺസ് ഏജ്, അതായത് നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ, ദെൻ വേദിക് സിവിലൈസേഷൻ, അങ്ങനെ പല പല സിവിലൈസേഷൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ദെൻ അതിന് പുറമെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് ഇപ്പൊ മുഗൾ പീരീഡ്, സുൽത്താനേറ്റ് പീരീഡ്, അതൊക്കെ ഈ ഒരു യൂണിറ്റിലാണ് വരുന്നത് അല്ലേ. അപ്പൊ അതിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ സില്ലി ആയിട്ട് വിചാരിക്കുന്ന നിസ്സാര ടേംസ് അതുവരെ ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് ഇപ്പോൾ പല വേദിക് ടേംസ് ഒക്കെ ഉണ്ടല്ലോ, വിഷ്ടി എന്നുള്ള ഒരു വേദിക് ടേം, അതിന്റെ മീനിങ് എന്താണ്, അങ്ങനത്തെ ചെറിയ ചെറിയ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ സില്ലി ആയിട്ട് വിചാരിക്കും. എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു മാർക്ക് നേടിത്തരാവുന്ന തരത്തിൽ കേപ്പബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ധാരാളം കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ആ കൺസ്ട്രക്ഷൻസ്, അതുപോലെ അത് ആരാണ് കൺസ്ട്രക്ട് ചെയ്തത്, അതിന്റെ സ്പെഷ്യാലിറ്റി, റീസൺ, അത്തരം കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിന്റെ ഫീച്ചേഴ്സും പഠിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. കാരണം ആ ഫീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ തന്നിട്ട് അതൊന്ന് ഓഡ് വൺ പിക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ തന്നിട്ട് അതിൽ ഈ ഇപ്പോൾ താജ്മഹലിന്റെ ഫീച്ചറായിട്ട് റിലേറ്റഡ് അല്ലാത്തത് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള തരം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ യൂണിറ്റ് 4നെ കൺസിഡർ ചെയ്യുക. എല്ലാ യൂണിറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നിങ്ങൾ PYQs ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും ഈ ഒരു യൂണിറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്.
അപ്പോൾ യൂണിറ്റ് 4 നമ്മൾ അങ്ങനെ 37ാമത്തെ ദിവസം നമ്മൾ അതിന്റെ റിവിഷനോട് കൂടി യൂണിറ്റ് 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 11 മൊഡ്യൂളുകളാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 5ാമത്തെ യൂണിറ്റ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ബ്രിട്ടീഷ് പീരീഡ് ഒക്കെ വരുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം റെഗുലേഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുണ്ട്. ആക്ടുകൾ പഠിക്കാനുണ്ട്. ആക്ടുകൾ അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓരോ നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഓരോ ന്യൂസ് പേപ്പർ ഒക്കെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത് ഫൗണ്ട് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം, അതിന്റെ പബ്ലിക്കേഷൻ പ്ലേസ്, ഇയർ, ദെൻ അതിന്റെ ഒരു പേര്, ഏത് ലാംഗ്വേജിലാണ് പബ്ലിക്കേഷൻ വന്നിട്ടുള്ളത്, അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ മൊഡ്യൂളുകളായി വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ 6ാമത്തെ 7ാമത്തെ മൊഡ്യൂൾ കുറച്ച് ചെറുതായ കാരണമാണ് അത് രണ്ടും കൂടി ഒരുമിച്ച് എടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ഒരു യൂണിറ്റിൽ 12 മൊഡ്യൂളുകൾ വരുന്നുണ്ട്. ഈ 12 മൊഡ്യൂളുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് 49ാമത്തെ ദിവസം യൂണിറ്റ് 5ന്റെ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ 49 ദിവസം പിന്നിടുമ്പോൾ നമ്മൾ 5 യൂണിറ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് 6ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 6ാമത്തെ യൂണിറ്റ് സെലക്ടഡ് തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി ആണ്. ഈ ഒരു യൂണിറ്റിലും നമുക്ക് 11 മൊഡ്യൂളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് വേൾഡ് ഹിസ്റ്ററി കോണ്ടെക്സ്റ്റ് ആണ് അല്ലെ, അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മൊഡ്യൂളിനും ഓരോ ദിവസം എന്നുള്ള ലെവലിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ടിരുന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മൊഡ്യൂളും ഓരോ ദിവസത്തേക്ക് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 7ാമത്തെ 8ാമത്തെ മൊഡ്യൂള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായ കാരണം അത് രണ്ടും കൂടിയിട്ട് ഒരു ദിവസത്തേക്ക് എന്നുള്ള ലെവലിൽ വെച്ചിട്ടുണ്ട്. ധാരാളം എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിനെ കുറിച്ചിട്ടും അവരുടെ വർക്കിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല ഒക്ടോബർ റെവല്യൂഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അഗ്രികൾച്ചർ റെവല്യൂഷൻ, അങ്ങനെ ധാരാളം റെവല്യൂഷൻസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു റെവല്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് അത് നടന്നത്, അതിന്റെ വർഷം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണിത്, എന്നാൽ ഇമ്പോർട്ടന്റും കൂടിയാണ്. അതിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ടും ഒക്കെ ധാരാളം പുതിയ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ മെഷീൻസ് അത് കണ്ടെത്തിയിട്ടുള്ള വ്യക്തികളുടെ പേരൊക്കെ മാച്ച് ദ ഫോളോയിങ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 10 വർഷം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന്, ആ PYQ എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തായാലും എല്ലാ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാതിരിക്കില്ല. അപ്പൊ സ്പിന്നിങ് ജെന്നി, മ്യൂൾ, അതൊക്കെ ആരാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ്, അവരുടെ വർക്കുകൾ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ 10-11 മൊഡ്യൂളുകൾ 58ാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 59ാമത്തെ ദിവസം യൂണിറ്റ് 6ന്റെ റിവിഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദെൻ നമ്മുടെ 60ാമത്തെ ദിവസം നമ്മൾ എല്ലാ യൂണിറ്റുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആ എല്ലാ യൂണിറ്റുകളും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു മെഗാ റിവിഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ 60ാമത്തെ ദിവസത്തിന് നമ്മൾ മാറ്റി വെക്കുക. അതോടുകൂടിയിട്ട് നമ്മുടെ ഒരു സിലബസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണ്. PYQs ഒക്കെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ ക്ലാസ്സസ് ചെക്ക് ചെയ്യുക, കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ ക്ലാസ്സസ് നമ്മൾ നോക്കുക, നമ്മുടെ നോട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള നോട്ട് ഉണ്ടാക്കാനും ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിക്കാതെ നിങ്ങൾ അതിനെ ആ ഒരു സിലബസിനെ ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി എനിക്കിത് വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ സെറ്റ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. മുന്നേ നമ്മളൊരു 3 വർഷത്തെ ഡിഗ്രി 2 വർഷത്തെ PG ഒക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു എക്സാം നിസ്സാരമായിട്ട് പാസ്സാവാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കാനും എല്ലാം മനസ്സിലാക്കി തന്നെ പഠിക്കാനും എക്സാമിന് നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എക്സാം എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു.